ഒരു സോറി പറഞ്ഞോ മാപ്പ് കൊടുത്തോ അറ്റുപോയ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതാണ് അനുരഞ്ജനം അഥവാ നിരപ്പ് എന്ന വിധം അനുരഞ്ജനത്തെ നമ്മൾ ലളിതവൽക്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന മട്ടിലുള്ള ഒരു റെസിപ്രോക്കൽ ബന്ധമാണ് അനുരഞ്ജനം കൊണ്ട് വിവക്ഷിക്കുന്നത്. അത് ഭംഗിയുള്ളതും സുതാര്യവും ആഴമുള്ളതുമായ ബന്ധമാണ്. ഷണ്ട കൂടുന്നതും കൊല ചെയ്യുന്നതും മൂഢ, നിസാര തുടങ്ങിയ പദപ്രയോഗങ്ങൾ നടത്തുന്നതും ഒരു മനോഭാവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുൻപിലുള്ളയാൾ തന്നേക്കാൾ കുറവുള്ളവനാണ്, കുറവുള്ളവളാണ് എന്ന മനോഭാവത്തിൽ നിന്നും സമശീർഷ ഭാവത്തിൽ മറ്റുള്ളവരെ നോക്കിക്കാണുകയാണ് കരണീയം. സഹോദരനോട് നിരപ്പില്ലാതെ ദൈവത്തോട് നിരപ്പില്ല എന്ന വേദഭാഗം സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മോട് കലഹിക്കുന്നവരോടും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരോടും നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും സഹായങ്ങളും എല്ലാം നിസ്സാരന് ചെയ്യുന്ന ഔദാര്യമെന്ന മനോഭാവത്തിൽ നിന്നാണോ നാം ചെയ്യുന്നത്? ആരോടും പരാതിയില്ല, മനുഷ്യനെ മനുഷ്യനായി കാണണം, വസ്ത്രത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ആരെയും വിലയിരുത്തരുത്. പതിറ്റാണ്ടുകളോളം വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആദിവാസികളോടൊപ്പം ലളിത ജീവിതം നയിച്ച ദയാബായിയുടെ വാക്കുകളാണ്. നിസാര എന്ന് കരുതി തന്നെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ട കണ്ടക്ടറോട് താൻ ക്ഷമിച്ചു എന്ന്, ആലുവ കോടതിയിൽ ചെന്ന് താൻ കൊടുത്ത കേസ് പിൻവലിക്കുന്നു എന്നും പറഞ്ഞ് അടുത്തിടെ ദയാബായി പത്രവാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കൂട്ടുകാരോട് നിനക്ക് വല്ലതുമുണ്ടെങ്കിൽ എന്നല്ല, കൂട്ടുകാരന് നിന്നോട് വല്ലതുമുണ്ടെങ്കിൽ ആദ്യം പോയി നിരന്നതിന് ശേഷം വന്ന് യാഗം കഴിക്കുക എന്നാണ് ബൈബിൾ ഭാഷ്യം. ഈ നോമ്പുകാലത്ത് അനുരഞ്ജനവും നിരപ്പും നാം ധ്യാന വിഷയമാക്കുമ്പോൾ നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചു വരാതെ എല്ലാവരോടും സമഭാവം പുലർത്തുവാനുള്ള വിനയം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.